വാക്യത്തിൽ ദൈവവചനത്തിലോട്ട് ഞാൻ ശ്രദ്ധ തിരിക്കുകയാണ്. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒന്ന് പത്രോസിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൽ 8-ാമത്തെ വചനമാണ് നമ്മൾ ഒരുമിച്ച് വായിച്ച ഭാഗമാണ് ഇന്ന് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം ദയവായിട്ട് ആരെങ്കിലും ഒന്ന് വായിച്ച് എന്നെ സഹായിക്കണം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആഴെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. മതി. ഈ വാക്യത്തെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് പൗലോസ് ആദ്യം അതിൽ രേഖപ്പെടുത്തി പോരുന്നത്. അതിൽ 2 കാര്യങ്ങൾ പറഞ്ഞു പോരുന്നുണ്ട്. പറഞ്ഞു പോരുന്ന 2 കാര്യങ്ങളിൽ ഒന്നാണ് നിർമ്മതരായിരിക്കുവാൻ. നമുക്കറിയാം, ഈ നമ്മുടെ പത്രോസ് ഈ ലേഖനം എഴുതുന്നത് സകല ദൈവസഭകൾക്കും അപ്പോൾ തന്നെ കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളിൽ പെടുന്ന പ്രിയപ്പെട്ടവർക്കുമാണ് ഈ ലേഖനം എഴുതുന്നത്. സകല മനുഷ്യരും ദൈവവചനത്തെ സംബന്ധിക്കുന്ന ദൈവപരിജ്ഞാനത്തിൽ മുതിർന്നു വരണം എന്നുള്ള പദ്ധതി ദൈവത്തിൻ്റെ ആത്മാവിനും അപ്പോസ്തലന്മാർക്കും ഉള്ളതാണ്. എന്നാൽ ദൈവപരിജ്ഞാനത്തിൽ അവർ ഒരിക്കലും ശൈശവ നിലകളിൽ ഇരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം എന്താണ് പത്രോസ് ഈ ലേഖനം എഴുതുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ, പത്രോസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പിശാച് നമ്മളോട് പോരാടുന്നതിനേക്കാൾ ഉപരി, നമ്മൾ വളരെ ശ്രദ്ധിച്ച് എൻ്റെ കൂടെ നിങ്ങൾ വരുവാണെങ്കിൽ ആ കാര്യങ്ങളെ കുറച്ച് മനസ്സിലാക്കി തന്ന് ദൈവജനത്തിലോട്ട് ഞാനൊക്കെ അതിൻ്റെ മുന്നിലോട്ട് പോകും. പിശാച് നമ്മളോട് പോരാടുന്നതിനേക്കാൾ ഉപരിയായി നമ്മളാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അവനോട് പോരാടുന്നത്. ദൈവജനം പറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പോൾ എന്താണ് ആ വാക്യം മീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ പ്രവൃത്തി എന്തെന്ന് നമ്മൾ അറിയണം. നമ്മൾ അറിഞ്ഞിട്ട് ആ പ്രവൃത്തികൾക്കെതിരെ, ആ പ്രവർത്തനങ്ങൾക്കെതിരെ എതിർത്ത് നിൽക്കുവാൻ കഴിയത്തക്ക നിലകളിൽ, അല്ലാതെ നമ്മൾ സാധാരണ കേൾക്കുന്ന തൊട്ട് നമ്മളോട് പോരാടുക, നമുക്ക് രോഗം തരിക, നമുക്ക് പ്രയാസം തരിക, ആ ഒരു ഭാഗം നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഷ്ടത പിശാച് നമുക്ക് തന്നാൽ കഷ്ടത എപ്പോഴും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ കാരണമായി തീരും. ഇപ്പോഴും ഓർക്കുക, നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് കരുതുന്നു. കഷ്ടത നമുക്ക് തന്നാൽ കഷ്ടത ദൈവവുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കും. ഒരിക്കലും കഷ്ടത തന്നാൽ നമ്മൾ അകന്നു പോകത്തില്ല. നമ്മൾ യേശുവേ എന്ന് വിളിക്കും, നിശ്ചയമാണ്. നമുക്കറിയാം, ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന എല്ലാവരുടെയും അനുഭവങ്ങൾ നോക്കിയേ, ഒന്ന് ഓർത്ത് നോക്കിയേ. കഴിഞ്ഞ കാല ജീവിത അനുഭവങ്ങൾ, കഷ്ടതകൾ ഒരു കാരണവശാലും നമ്മളെ തകർത്ത് കളഞ്ഞിട്ടില്ല. കഷ്ടതയാണ് നമ്മളെ ശക്തരാക്കിയിട്ടുള്ളത്. കഷ്ടങ്ങൾ വരെ പലതും നമ്മൾ പഠിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗവേദിയിൽ പറയാറുണ്ട്, ഒരു വിജയത്തിന് ഒരു വിജയമേ ഉള്ളൂ, പക്ഷെ ഒരു പരാജയത്തിന് നിരവധി വിജയമുണ്ട്. ഒരിക്കൽ പരാജയപ്പെട്ടിട്ടുണ്ടോ അവൻ ശ്രദ്ധാലുവായിരിക്കും, കരുതലുള്ളവനായിരിക്കും, അവൻ ശക്തനായിരിക്കും. അവനെ പെട്ടെന്നൊന്നും പരാജയപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്, അപ്പോൾ പിശാച് നമുക്ക് തരുന്നത് ബാഹ്യമായ നിലകളിലുള്ള ടോർച്ചറിങ് അല്ല. അപ്പോൾ തന്നെ അവിടെ തിരിച്ചറിയണം. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്, ഇല്ല എന്നൊരിക്കലും പറയാനൊക്കത്തില്ല. പിശാച് നമ്മളെ ചില പരീക്ഷകളിലൂടെ നമ്മളെ വിടാറുണ്ട്. ചില മേഖലകളിലൂടെ പിശാച് ചില മേഖലകളിലൂടെ നമുക്ക് ചില ഞെരുക്കങ്ങളൊക്കെ തരാറുണ്ട്. ഓക്കെ, അത് വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ദൈവവചനം അങ്ങനെയാണ്, പുതിയ നിയമവുമായിട്ട് വരുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പിശാച് നമ്മളെ ചില മേഖലയിലൂടെ വിടുന്നുണ്ട്. 2, നമ്മൾ ദൈവവചനത്തിന് അനുസൃതമായ നിലകളിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ, ഘട്ടങ്ങൾ വരും. അപ്പം നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്, ഇത് എങ്ങനെയാണ് എനിക്കെതിരെ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വാക്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലായി. ഈ കാര്യം പറഞ്ഞ് ഞാൻ അങ്ങോട്ട് കയറാം. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം? അപ്പം നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, ആദ്യം കരയുകയല്ല വേണ്ടത്. എന്താണ് ഇത് നേരിടുവാനുള്ള കാരണം? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം എനിക്ക് ഈ പ്രശ്നം വന്നത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കാതെ നമ്മൾ വെറുതെ കരഞ്ഞതുകൊണ്ട് പിശാച് സന്തോഷിക്കുകയുള്ളൂ. നമ്മൾ കൂടുതൽ കരയെ പിശാച് സന്തോഷിക്കുകയുള്ളൂ. നമ്മളെ കരയിക്കുന്നത് അവൻ്റെ ജോലിയാണ്. നമ്മൾ സന്തോഷവാന്മാരായി ഏത് പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള പ്രാപ്തരായിരിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ വിഷയങ്ങളുടെ മുമ്പിൽ കരയുന്ന ഒരിക്കലും ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മൾ ദൈവം മുമ്പിൽ കരയുക, ഒരിക്കലും പ്രശ്നങ്ങളുടെ മുമ്പിൽ കരയരുത്. പ്രശ്നങ്ങളുടെ മുമ്പിൽ കരയുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള വ്യക്തമായ ഒരു ബോധം നമുക്ക് നിശ്ചയമായിട്ടുണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 11-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ 11-ാമത്തെ അധ്യായം മുഴുവനും പറഞ്ഞിരിക്കുന്നത് ഇബ്താഹിനെ കുറിച്ചാണ്. ഇബ്താഹിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വേശ്യാപുത്രനായിരുന്നു. അതുകൊണ്ട് സ്വജനക്കാർ അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ദൂരദേശത്ത് അദ്ദേഹം പോയി താമസിച്ചു.
കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനോട് യുദ്ധമുണ്ടായപ്പോൾ അവർക്ക് പിടിച്ച് നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ നേരെ ഇഫ്താഹിനെ പോയി ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഇഫ്താഹിനോട് പറഞ്ഞു, നീ ഞങ്ങളുടെ അടുക്കൽ വരണം, നീ ഞങ്ങൾക്ക് ഈ യുദ്ധങ്ങളൊക്കെ ജയിച്ചു തരണം. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഇഫ്താഹ് യുദ്ധം ചെയ്യാൻ പുറപ്പെടുകയല്ല ചെയ്തത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കേട്ട ഉടനെ ഉപവാസം പ്രഖ്യാപിക്കും. നോ, നെവർ. എന്താണ് എനിക്ക് ഉണ്ടായിരിക്കുന്ന റീസൺ? ഞാനത് എന്താണെന്ന് ഞാൻ പറഞ്ഞു വരാം. വാക്യം ഒന്ന് പറഞ്ഞേച്ച് ഞാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ. അതിന് 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? എടുത്തു കാണുമെന്ന് കരുതുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകമാണ്, 11-ാമത്തെ അധ്യായം 5-ാമത്തെ. അമോനിയർ ഇസ്രായേലിനോട് യുദ്ധം തുടങ്ങിയപ്പോൾ ഗിലെയാദിലെ മൂപ്പന്മാർ ഇഫ്താഹിനെ തോബ് ദേശത്ത് നിന്ന് കൊണ്ടുവരുവാൻ ചെന്നു. അവർ ഇഫ്താഹിനോട്, അമോനിയരോട് യുദ്ധം ചെയ്യേണ്ടതിന് നീ വന്ന് ഞങ്ങളുടെ സേനാപതി ആയിരിക്കുക എന്ന് പറഞ്ഞു. ഇഫ്താഹ് ഗിലെയാദിനോട് മതി കേട്ടോ. ഞാൻ അത് പറഞ്ഞു, നമുക്ക് ഒത്തിരി ടൈം എനിക്ക് വേണ്ടി വരും. കാരണം ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്കത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഗുണകരമായി. ഞാനൊരു സബ്ജക്റ്റ് പ്രസംഗിക്കുകയല്ല, നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് എനിക്ക് ഒരുപോലെ ഇത് പ്രയോജനമായി തരും കേട്ടോ. ഇഫ്താഹിനോട് ഇവർ ഒന്ന് ആവശ്യപ്പെടുക, നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരണം എന്ന് പറഞ്ഞ ഉടനെ ഇഫ്താഹ് ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുകയല്ല ചെയ്യുന്നത്. പിന്നെ ഇഫ്താഹ് എന്തുവാ ചെയ്തതെന്നറിയണ്ടേ? ഇഫ്താഹ് ചെയ്ത കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് 12-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? 12-ാമത്തെ വാക്യം. അനന്തര ഇഫ്താഹ് അമോനിയരുടെ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, നീ എന്നോട് യുദ്ധം ചെയ്യുവാൻ എന്റെ ദേശത്ത് വരേണ്ടതിന് എന്നോട് നിനക്കെന്ത് കാര്യം എന്ന് പറയിച്ചു. എന്താ റീസൺ? എനിക്ക് ഈ പ്രശ്നം നേരിടുന്നതിന് റീസൺ ഫസ്റ്റ് വി ഷുഡ് ഫൈൻഡ് വാട്ട് ഈസ് ദ റീസൺ. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എനിക്ക് പ്രശ്നം നേരിടുവാനുള്ള റീസൺ എന്താണ്. അപ്പൊ റൈറ്റ് റീസൺ നമ്മൾ അറിഞ്ഞാൽ ആ റൈറ്റ് റീസണിനെതിരെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പൊ ഇഫ്താഹ് ആദ്യം ചോദിക്കുന്നത്, നീ എന്തിനാ എൻ്റെ നാട്ടിൽ വരുന്നത്? എന്തിനാ നീ എന്നോട് യുദ്ധം ചെയ്യുന്നത്? എന്താ കാര്യം? അവന് പഴയ ഒരു ഹിസ്റ്ററി അതിനകത്ത് പറയാനുണ്ട്. കണ്ടോ, അവന് പഴയ കാര്യം പറയുക, ഇപ്പോഴുള്ള കാര്യമൊന്നും അല്ല. പഴയ ഒരു കുടിപ്പക പറയുക. അന്ന് ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങളുടെ അമോനിയരുടെ ദേശം അവൻ കൈയടക്കി, അതുകൊണ്ടാ കുടിപ്പക വെച്ചോണ്ടാ ഞാൻ നിന്റെ നേരെ വരുന്നത്. കണ്ടായിരുന്നോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും കാരണം കൂടാതെ അല്ല. സംതിങ് ദർ ഇസ് ദ റീസൺ. നമ്മൾ അത് ആദ്യം കണ്ടുപിടിക്കണം. ദൈവവചനം വന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ ഡിവൈഡ് ചെയ്ത് തരികയാണ്, ഇതിനെ വേർതിരിച്ച് തരിക. വചനം വന്നിട്ട് എവിടെയാ എന്താ സംഭവിക്കുന്നത് എന്നുള്ള വസ്തുത വചനം വ്യക്തമാക്കി തന്ന് ആ മേഖലകളിലൂടെ അതിനോട് എതിർക്കാനുള്ള പ്രാപ്തിയും തരിക. ചുമ്മാ അത് മാത്രം വെളിപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. കാരണം വി ആർ നോട്ട് ഏബിൾ, നമ്മൾ ഏബിൾ അല്ല ഈ വിഷയങ്ങൾ എതിർത്ത് നിൽക്കുവാൻ. എത്ര പേർക്ക് ആ കാര്യം മനസ്സിലാകുന്നുണ്ട്? ത്രൂ ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിലൂടെയാണ് അത് സാധ്യമാകുന്നത്. വിശുദ്ധിയായിരുന്നാലും നമ്മൾ എടുക്കുന്ന ഏതൊരു കാര്യമായിരുന്നാലും നമുക്ക് സ്വതവേ വിശുദ്ധരാകാൻ പറ്റില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ക്രിസ്തു വരേണ്ട കാര്യമില്ല. ത്രൂ ക്രൈസ്റ്റ് ഞാൻ ഹോളി ആകുന്നെങ്കിൽ, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു പുകഴ്ചയും വരരുത്. ഞാൻ ഒന്ന് ഇരിക്കുന്നു പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ യേശുപ്പാ, അത് അവിടുത്തെ ഹിതമല്ലാതെ, അവിടുത്തെ കൃപയല്ലാതെ മറ്റൊന്നും അല്ല. എപ്പോഴും വി ഷുഡ് ഡിപ്പെൻഡ്. നമ്മൾ എപ്പോഴും ദൈവാശ്രയത്തിൽ അതൊരു വലയമാ, ഒരു സംരക്ഷണമാ, ഒരു പരിപാലനമാ, ഒരു കരുതലാ. അത് സങ്കേത നഗരം. അതിനകത്തങ്ങ് കയറി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്വതവേ അല്ല. ഇപ്പം നമ്മൾ ഹോളി ആയിരിക്കുന്നത് നമ്മുടെ എന്തോ സ്വതവേ ഉള്ള കാര്യമല്ല. അപ്പം ഞാൻ വിട്ടുപോകാതിരിക്കാൻ ഞാൻ തിരിച്ചു വരട്ടെ. അമോന്യർ ഈ ഇഫ്താഹ് ചോദിക്കാൻ, നിനക്ക് എന്താ കാര്യം? അവൻ പഴയ റീസൺ പറയുക. കണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ അനുഭവിക്കുന്ന വിഷയം വരുമ്പോൾ ജസ്റ്റ് അത് വചനത്തിലൂടെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഇതിന് കാരണം? ഞാൻ പറഞ്ഞു, 2 കാരണങ്ങൾ ആദ്യമേ പറഞ്ഞു. ഒന്ന്, പിശാചാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അതിൻ്റെ റെമഡിയും കൂടെ, പരിഹാരം കൂടെ പറഞ്ഞു പോകാം. നമ്മൾ പരിഹാരം പറയാതെ വെറുതെ നമുക്കൊരു പ്രശ്നമുണ്ട്, എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ചില വീട്ടിലൊക്കെ വന്നിട്ട് ദൈവാസന്മാർ പറയുന്നത്, ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, എന്നാലും പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു പോരാട്ടമുണ്ട്. ഓക്കെ, അത് പറയാൻ ആർക്കാ പറ്റാത്തത്? ഞങ്ങൾ എന്തുവാ ചെയ്യേണ്ടത്? പോരാട്ടം പറഞ്ഞു പോകുമ്പോൾ അന്ന് മുതൽ ആ ഫാമിലി അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ആ ഫാമിലി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്കത് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയത്തെ നമ്മൾ കാണുന്ന പക്ഷം എൻ്റെ ഭാഷയാ പറയാതിരിക്കുക.
അവരെ നമ്മൾ വീണ്ടും വീണ്ടും പ്രശ്നത്തിലോട്ട് വിട്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോകുകയല്ല വേണ്ടത്. ഇന്നതാ കാര്യം, ഇവിടെ അതിൻ്റെ പരിഹാരം, ഇങ്ങനെയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കാണാൻ കഴിയാത്ത ഒരു കാര്യം ഇരുട്ടുണ്ടെന്ന് പറഞ്ഞു പോരും. ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, കുറച്ച് ഹെവി ആയി പോകുമെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയാറുണ്ട്, ഏതെങ്കിലും വീട്ടിൽ വന്ന് കണ്ണടച്ചിട്ട് ഇരുട്ടുണ്ടെന്ന് പറയാൻ എളുപ്പമല്ലേ, കണ്ണ് തുറന്നാൽ ഞാൻ പറയും ഉപദേശിയെ കണ്ണ് തുറക്ക്, വെളിച്ചം കാണാൻ കഴിയും. അപ്പം നമ്മൾ കണ്ണടച്ച് ഇരുട്ടുണ്ടെന്ന് പറയാൻ വിളിച്ചവരല്ല. നമുക്ക് വ്യക്തമായ നമ്മുടെ എന്താ പറയുക ദിശാബോധം നൽകുന്ന, നമുക്ക് കാഴ്ചപ്പാട് നൽകുന്ന, നമ്മളെ നയിക്കുന്നത് തിരുവെഴുത്തുകളാണ്, ദൈവവചനമാണ്. ആ വചനത്തിൻ്റെ വ്യക്തമായ ദർശനം ഉണ്ടാകണം. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിശാച് നമ്മളോട് എതിർത്താൽ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നുണ്ട്. യാക്കോബിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം ഒന്ന് വായിച്ച. യാക്കോബ് 4:7. യാക്കോബിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. യാക്കോബ് 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും. പിശാച് എതിർത്ത് നിൽക്കുമ്പോൾ ഒന്ന് നിർത്തി വായിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാനും കൂടെ ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല. അപ്പോൾ പിശാച് നമ്മളോട് എതിർത്ത് എന്തുക? ജസ്റ്റ് ദൈവത്തിന് കീഴടങ്ങുക. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുവാൻ നമ്മളെ വിധേയപ്പെടുത്തി കൊടുക്കുക. അതാണ് എൻ്റെ അർത്ഥം. ദൈവത്തിന് കീഴടങ്ങുക, ദൈവത്തിന് കീഴടങ്ങുക. അടുത്ത വാക്യം വായിച്ചോളൂ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ ഓടിപ്പോകും. കണ്ടോ? അപ്പോൾ അതാരാണ്? ഹൂ ഷുഡ് ഡു ദാറ്റ്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് നേരെ പ്രതികരിക്കുവാനുള്ള ആത്മശക്തി പ്രാപിച്ചവരാണ് ദൈവകൃപയുള്ള ദൈവമക്കൾ എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, നമ്മളവിടെ ഭയപ്പെടുകയല്ല വേണ്ടത്, അവിടെ നമ്മൾ പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. അവിടെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം നമ്മുടെ അവിടെ പുറത്ത്. നേരത്തെ ഞാൻ ഇഫ്താഹിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നിനക്കെന്തോ കാര്യം എൻ്റെ വീട്ടിൽ വരാൻ? ഞാൻ ദൈവ പൈതല, ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാ, ഞാൻ അഭിഷേകമുള്ളവനാ. നീ ആരാ? നീ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു പോ. നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കയറിയാലേ നമ്മൾ ഉടനെ ഫോൺ എടുത്ത് പാസ്റ്ററെ വിളിക്കാൻ പോകത്തില്ല. പാസ്റ്ററെ, എൻ്റെ വീട്ടിൽ ഒരു കള്ളൻ കയറിയിട്ടുണ്ട്, ഒന്ന് വരാവോ, ഒന്ന് ഗെറ്റ് ഔട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് വീട്ടിൽ വരാവോ? അങ്ങനെയാണോ പറയുന്നത്? ഹലോ, നിങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ടെന്നാണ് കരുതുന്നത് അല്ലേ? നമ്മൾ വിളിച്ചു, ഒരു പാസ്റ്ററെ എൻ്റെ വീട്ടിൽ ഒരു കള്ളൻ വന്നിരിക്കുക, ഓടി വരണേ പാസ്റ്ററെ, ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അല്ലല്ലോ, ഉടനെ നമ്മൾ പറയും. പെന്തിക്കോസ്തുകാരൊക്കെ കാര്യം ശരിയാ, നമ്മുടെ അപ്പത്തെ രൂപവും ഭാവവും ഒന്ന് കാണണം, നമ്മുടെ മട്ടും രൂപവും ഭാവവും എല്ലാം മാറും. നമ്മൾ പറയും ഇറങ്ങടാ വെളിയിലെന്ന് പറയും അല്ലേ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സംസ്കാരവും കാര്യവും ഒക്കെ നമ്മളങ്ങ് മാറും. നീ എന്തിനാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ പുറത്തെന്ന് പറയും. അവിടെ നമ്മൾ പേടിക്കുന്ന എന്താണെന്നറിയാമോ? ഇവൻ തിരിച്ചടിക്കുവോ, ഇവൻ എന്തുവാ ചെയ്യേണ്ടത്, ഇവൻ നമ്മളെ വല്ല ഉപദ്രവിക്കുമോ എന്നൊരു ഭയമാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഈ പട്ടി നമ്മളെ കണ്ട് കുരയ്ക്കുന്നത് നമ്മളെ കണ്ടിട്ട് പേടിച്ചിട്ടാവും കുരയ്ക്കുന്നത്. നമ്മുടെ പേടിയും പോകുന്നില്ല, പട്ടിയുടെ പേടിയും പോകുന്നില്ല. അതതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇത്രയും കാലമായിട്ടും വീണ്ടും നമ്മുടെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ നമ്മൾ ഈ നെപ്പിയോസായി ശിശുക്കളായി തന്നെ ഇരിക്കുന്ന ഒരു രീതി, അത് മാറണം. അപ്പം നമ്മൾ എതിർത്ത് നിന്നാൽ അവിടെ വാക്യം പറയാണ്, നമ്മൾ എതിർത്ത്, ഞാൻ പറഞ്ഞു സഭയോടാണ് ഈ കാര്യം പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ എന്താ പറയേണ്ടത്, ഒരു ശുശ്രൂഷകന് വേണ്ടിയിട്ടല്ല പറയുന്നത്. നമ്മൾ എതിർത്ത് നിന്നാൽ അപ്പം നമ്മുടെ ഒരു ഭയം, ദൈവസഭയ്ക്ക് ശിരസ്സാകുന്ന ക്രിസ്തുവിലൂടെ ശരീരമാകുന്ന സഭയ്ക്ക് ശിരസിലുള്ള അതേ അഭിഷേകമാണ് ഒഴുകുന്നത്. തലമേൽ വീഴുന്ന അഭിഷേകം ശിരസിൽ ആ ശരീരത്തിലേക്ക് ഒഴുകുന്നത് പോലെ നമ്മിലേക്ക് ഇൻഡിവിജ്വലിയാണ്. സെഗ്യോൻ മാളിക മുറിയിലിരുന്ന 120 പേരുടെ മേലും വ്യക്തിപരമായി ഓരോരുത്തൻ്റെ മേലി അഭിഷേകം വേണം. നമ്മളെ രാജകീയ പുരോഹിത വർഗമായി കർത്താവ് തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. ചുമ്മാ പറയല്ല, വിത്ത് വേർഡാണ്. അല്ല, എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം പറയാനില്ല ഇതിനകത്ത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം. എനിക്ക് ത്രൂ വേർഡ് അല്ലാതെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ ശുശ്രൂഷിക്കുന്നത് എനിക്കുള്ള ഏതെങ്കിലും ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം തന്നിരിക്കുന്ന വ്യക്തമായ ആ ശുശ്രൂഷ അല്ലെങ്കിൽ വെളിപ്പാടിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ലൂക്കോസ് ചെയ്ത സുവിശേഷം 10:19. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പ്രത്യക്ഷമായ അപ്രത്യക്ഷ. പാമ്പ് എങ്ങനെയാ നമ്മളെ കൊത്തുന്നേ? നേരെയാ കൊത്തുന്നത്. പ്രത്യക്ഷമായി നമുക്കെതിരെ പ്രവർത്തിക്കുന്ന
ശത്രുവിന്റെ മണ്ഡലങ്ങളോട് എതിർക്കുവാൻ പ്രത്യക്ഷമായി വരട്ടെ. മന്ത്രവാദം വരട്ടെ, ആഭിചാരം വരട്ടെ, എന്തും വരട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതിന്റെ മുമ്പിൽ ഭയപ്പെടരുത്. ഭയപ്പെടുന്നതാണ് നമുക്ക് കൊടുങ്കാറ്റ് പോലെയും ചുഴലിക്കാറ്റ് പോലെയും വരുന്നത്. ഇവകൾക്ക് നമ്മുടെ ശരീരത്തെ അല്ലാണ്ട്, ശരീരത്തെ തൊടണമെങ്കിൽ പോലും കർത്താവ് അനുവദിക്കത്തില്ലെന്നേ. പ്രൈസ് ഗോഡ്. ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. പറയണം, ഞാൻ എന്നെ കർത്താവ് ഈ ലോകത്തിലാക്കിയിരിക്കുന്ന കാലം വരെ ഞാൻ ജീവനോടെ ഇരിക്കും. സ്തോത്രം. ഞാൻ ഇവിടെ മരിച്ചാൽ ഓൺ ദ സ്പോട്ട് എൻ്റെ അപ്പൻ്റെ നാട്ടിലേക്ക് ഞാൻ പോകും. ഈ ധൈര്യമുള്ളവർ എന്തുവാ ചെയ്യാൻ പോകുന്നത്? കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിനകത്തുണ്ടെങ്കിൽ, ദൈവമക്കളെ, നമുക്ക് വേണ്ടിയത് ഈ കാലയളവിൽ ഈ ഒരു കോൺഫിഡൻസ്, ഈ ഒരു ബലം നമ്മുടെ ഉള്ളിൽ വേണം. പ്രത്യക്ഷമായി നമുക്കെതിരെ വരുന്നത് ഏത് ശക്തി വരട്ടെ, ഇസ്രായേലിന് ആഭിചാരം വലിക്കത്തില്ല, ലക്ഷണവിദ്യ വലിക്കത്തില്ല. വ്യക്തമായി ദൈവവചനം പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ സ്വന്തം ആത്മാവില്ല. ശ്രദ്ധിച്ചോണ, ഞാൻ പറയുന്ന വേർഡ്, സ്വന്തമായിട്ട് തനിക്ക് ഒരു ആത്മാവില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ ആത്മാവ് പാപസംബന്ധമായി മരണപ്പെട്ടു പോയി. സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത് തൻ്റെ ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി ഏതേനിൽ നിന്ന് വെളിയിലാക്കപ്പെട്ട ആ മനുഷ്യനോട് പോലും പറയുന്ന വാഗ്ദത്തമാണ്, നിനക്ക് ഇസ്രായേലിലെ ആഭിചാരം ഫലിക്കത്തില്ല, നിനക്ക് ദൈവം അനുവദിക്കാത്തൊരു ശാപം ഫലിക്കത്തില്ല. നിന്നെ ആരെങ്കിലും ശപിച്ചാൽ ഞാൻ അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നുവെങ്കിൽ ആ അനുഗ്രഹത്തിന് വിരോധമായി നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. എൻ്റെ വാഗ്ദത്തമാണ്. നോക്കിയാട്ടെ, ആത്മാവില്ല. ഞാൻ ഈ പറയുന്നത് തിരിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഉള്ളിൽ ആ നാളിൽ ആത്മാവില്ലാത്ത മനുഷ്യനോട് പറയുക. കണ്ടോ, ഇപ്പം നമുക്ക് ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മരിച്ചു കിടന്ന, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർവിട്ട് പോയിരുന്ന അവൻ ദൈവവുമായിട്ട് സ്നാനം വെറുതെ ഒരു പ്രോസസ്സിങ് അല്ല. രക്ഷ ഒരു ഭയങ്കര പ്രോസസ്സിങ്ങാണ്. ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചു വരുമ്പോൾ ഐ എം എ സ്ട്രോങ് പേഴ്സൺ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ ബലമുള്ളവനായി തീരുക. അപ്പോൾ അതാ നമ്മുടെ പൗലോസ് പറയുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇതിനെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടാണ്. ഞാൻ ആ വാക്യങ്ങളിലേക്ക് വരും. അപ്പോൾ തന്നെ ലൂക്കോസ് 10:19 വായിച്ച പാമ്പുകളെയും തേളുകളെയും ഉണ്ടോ, പ്രത്യക്ഷമായി നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഏത് പ്രവൃത്തികളെയും. 2, അപ്രത്യക്ഷമായി നമുക്കെതിരെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തേള് അറിയാമല്ലോ, തേള് പിടിക്കുന്നത് നേരെ ആയിരിക്കുവേ. അവൻ്റെ മുന്നിലുള്ള ആ കടിക്കുന്ന സാധനം വെച്ച് പിടിക്കുക. അതിന് വിഷമില്ല, അവൻ നേരെ പിടിക്കുക. പക്ഷെ വാലുകൊണ്ടാ കൊത്തുന്നു. അപ്രത്യക്ഷമായി നമുക്കെതിരെ മറഞ്ഞു നിൽക്കുന്ന നമ്മുടെ അദൃശ്യ കണ്ണുകൾ, നമ്മുടെ ദൃശ്യ മണ്ഡലങ്ങൾക്ക് അപ്പുറമായിരിക്കുന്ന അദൃശ്യ മണ്ഡലങ്ങൾ, നമ്മുടെ നന്മയ്ക്ക് ഒരുപക്ഷെ നമുക്ക് വിരോധമായി നിൽക്കുന്ന അദൃശ്യ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന ഏത് ശക്തി ആയിക്കൊള്ളട്ടെ, അവകളെ ചവിട്ടുവാൻ നിങ്ങൾ ഓർക്കണമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം സംഭവിക്കുന്നതിന് മുമ്പേ, കാൽവരി മരണത്തോടു കൂടെയാണ് ഇവകളെ കാൽക്കീടാക്കി വെക്കുന്നത്. അതിനു മുമ്പ് യേശു പറഞ്ഞു, സഭയ്ക്ക് ഞാൻ ഈ അധികാരം കൊടുത്തിരിക്കുക, ഞാൻ സഭയ്ക്ക് ഈ അതോറിറ്റി നൽകിയിരിക്കുക. പാമ്പുകളെയും തേളുകളെയും പിശാചിൻ്റെ സകല ബലമല്ല, സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. എന്നിട്ട് അടുത്തൊരു വേർഡ് നമ്മൾ പലപ്പോഴും ഇത് പറയാൻ പേടിക്കുക. കാരണം എൻ്റെ വീട്ടിൽ കയറുന്നതിനോട് പുറത്തു പോകാൻ പറയാൻ എനിക്ക് പേടിയാണ്. നമുക്ക് പേടി എന്താണെന്ന് അറിയാമോ? ഇത് തിരിച്ചടിക്കുമോ? അടിക്കത്തില്ല. ബൈബിൾ അങ്ങനെ ഒരു പഠനം നമുക്ക് തരുന്നില്ല. ബൈബിൾ എന്തുവാ പഠിപ്പിക്കുന്നത്? അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 20-ാമത്തെ വാക്യം വായിച്ച്. ലൂക്കോസ് ആണേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. 19 വായിച്ചു, നമ്മൾ 10-19 വായിച്ചു. അത് 20-ാമത്തെ വാക്യം. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. 20-ാമത്തെ വാക്യം. 10-ാം അധ്യായം, ലൂക്കോസ് 10-ാം അധ്യായം 20-ാമത്തെ വാക്യം. അതാ, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷം ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചോ, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ചെയ്യുകയില്ല. അങ്ങനെയാണല്ലോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും. അതൊന്ന് ഹൃദയത്തിലേക്ക് കൊണ്ടുവരാമോ? നമ്മളിത് നോട്ട് ബുക്കിലല്ല പകർന്നു വെക്കേണ്ടത്, മാംസ പലകയിലേക്ക് ഇത് സ്വീകരിച്ചു വെക്കണം. ഒന്നും നിനക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. കണ്ടോ? ഒന്നും വരുത്തുകയില്ല.
വെരി ഗുഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആഴമായ, കാരണം നമ്മളല്ലെങ്കിൽ ശൈശവ ദിശയിൽ ഇരിക്കുന്ന നിലകളിൽ, ദാസനായിരിക്കുന്ന നിലകളിൽ തന്നെ നമ്മൾ തുടർന്ന് എവറി ടൈം നമ്മൾ കരഞ്ഞ് 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 ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കിയ നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിരുന്നാൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ പറയാം, എൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ പോകുന്ന ചിലർക്ക് ദൈവം ചില പേരിട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ചിലരെ വിളിക്കുന്ന പേരെന്തായിരിക്കും? ദാ വരുന്നു പരാതിപ്പെട്ടി, അല്ലേ? ചിലർക്ക് പരാതി പറയാനാണ് ദൈവസന്നിധി പോകുന്നത്. ശോശാമയ്ക്ക് കൊടുത്തു, ലീലാമ്മയ്ക്ക് കൊടുത്തു, തങ്കത്തിന് കൊടുത്തു, എനിക്ക് തന്നില്ല. ദൈവം അവർക്കിട്ടിരിക്കുന്ന പേരെന്തുമായിരിക്കും? പരാതിപ്പെട്ടി എന്നാ പേരിട്ടിരിക്കുന്നത്. പരാതി പറയാൻ അല്ലാണ്ട് നമ്മൾ ദൈവസന്നിധാനത്തിൽ പോകാത്തൊരു മനുഷ്യനെ ദൈവം അങ്ങനെ ഇട്ടു കണ്ടോ. ചിലർ വരുമ്പോൾ കരയാൻ പോവുക. എപ്പോൾ നമുക്ക് പെയിൻ ഉണ്ടായോ കരയണം. ആ വിഷയത്തിന് വേണ്ടിയിട്ട് ആവർത്തിച്ച് കരയാതെ ആത്മാവിൽ നമ്മൾ ബലം സംഭരിക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായി പറയാം, സ്തോത്രം, അടുത്ത ഒരു ആത്മതലത്തിലേക്ക്, ആത്മ ലെവലിലേക്ക്. കാരണം അവനെ കാണുമ്പോഴാണ് ഞാൻ ഈ വാക്യത്തോ എത്രത്തോളം എനിക്കതിനൊരു നീതി പറത്താൻ പറ്റുമെന്ന് അറിയില്ല. വളരെ ഡീപ്പ് റെവലേഷനാണ്. ഒരു കാര്യം ഉറപ്പ്, ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ യു വിൽ ബി ബോൾഡ്. നമ്മൾ ഉറപ്പുള്ളവരായിത്തീരും, നമ്മൾ ബലമുള്ളവരായിത്തീരും. യാതൊന്നിനും കുലുക്കിക്കളയാൻ കഴിയാത്ത നിലകളിൽ ഒരു ആഴമായ വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് നമുക്ക് വരും. ആഴമായ വെളിപ്പാടിൻ്റെ വക്താക്കളായിത്തീരും. അങ്ങനെ വരുന്നതാണ് നമ്മൾ അധികാരികളായി, നമ്മൾ റൂളേഴ്സായിത്തീരും, നമ്മൾ അധികാരത്തിൻ്റെ ശക്തന്മാരായിത്തീരും. അപ്പോൾ ഈ നോയിങ് ലെവലിലേക്ക്, അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് ഇതിനെക്കുറിച്ച് ആഴമായി ദൈവവചന സംബന്ധമായി നമ്മൾ ഗ്രീക്ക് പഠിക്കോ, ഹീബ്രു പഠിക്കോ, ഇംഗ്ലീഷ് പഠിക്കോ ചെയ്യുന്നതിൽ ഇതിൻ്റെ ബാഹ്യജ്ഞാനമുള്ളവരായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാൽ ദൈവവചനത്തിനെ സംബന്ധിച്ച് നമ്മൾ ആഴമായ കാഴ്ചപ്പാടുള്ളവരായി തീരണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. സ്തോത്രം. നമുക്ക് ഒരു വാക്യത്തിലേക്ക് കൂടെ വരാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൽ 1-ാമത്തെ വചനം ഒന്ന് വായിച്ചാട്ടെ. 4-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം, 4-ന്റെ 1. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും അവിടെ ഒന്ന് നിർത്തി പോണേ. അവകാശി ആരാ? സർവത്തിനും യജമാൻ. ഇതിനകത്ത് മാരേജ് ചെയ്തവരുണ്ട്, മാരേജ് ചെയ്യാത്തവർ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. ഇതിനകത്തുള്ള എല്ലാവരെയും എനിക്കറിയത്തില്ല, അല്ലേ? നമുക്ക് എന്തോ ആയിക്കോട്ടെ, എത്രയോ ആയിക്കോട്ടെ, നമുക്കുള്ള നമ്മുടെ സമ്പത്തിൻ്റെ അവകാശി ആരാ? നമ്മുടെ കുഞ്ഞുങ്ങളാ, അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തോ അറിയാം, ഞാൻ ഈ സ്വത്തിനെല്ലാം അവകാശിയാന്ന് അതിനറിയാവോ? അത് കളിച്ചും പിന്നെ അവിടെ ഓടി ഇവിടെ ഓടി. ഓക്കെ, എന്ത് ഫ്രീ ആയിട്ടാണ് ജീവിക്കുന്നത്? ഫ്രീ ലൈഫ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. പക്ഷെ അത് വളർച്ച പ്രാപിക്കാതിരുന്നാൽ അമ്മയ്ക്ക് എന്തോ ഒരു വേദനയായിരിക്കും, ആ പപ്പയ്ക്ക് എന്തോ ഒരു വേദനയായിരിക്കും. ആ കുഞ്ഞായിരിക്കുന്ന ആ പ്രായത്തിൽ ആ വീട്ടിൽ ഒരു വേലക്കാരൻ, ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു ദാസൻ ഉണ്ടെന്ന് വെക്കുക. ആ ദാസനേക്കാൾ ഈ കുഞ്ഞിന് എന്ത് വിശേഷത? ആ ദാസനും ഫുഡ് കിട്ടുന്നുണ്ട്, ഈ കുഞ്ഞിനും ഫുഡ് കിട്ടുന്നുണ്ട്. ആ ദാസനും വേറൊന്നുമില്ല, ഈ കുഞ്ഞിനും അവൻ്റെ ഉള്ളതാ, പക്ഷെ അവൻ അറിവില്ല. ഒന്നുകൂടെ ഞാൻ പറയാം ആ വേർഡ്. അവനുള്ളതാ ഇതെല്ലാം, പക്ഷെ അവൻ അതിനെക്കുറിച്ച് അറിവില്ല. അവനുള്ളതാണെന്ന് അറിവ് വരുമ്പോഴാണ് അവൻ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ പിശാച് ഹൈഡ് ചെയ്യുന്ന ഇതാ. അതാണ് അവിശ്വാസിയുടെ മനസ്സിനെ അവൻ കുരുടാക്കി വയ്ക്കുക. ഇത് നമ്മൾ അറിയരുത്. നമ്മൾ ഏത് സമയത്തും പ്രാർത്ഥിക്കേണ്ടുന്നവരാണ്, അതിന് മാറ്റമില്ല. പക്ഷേ നമ്മൾ തിരിച്ചറിവും ബോധമുള്ള, ഞാൻ ഇതിനെക്കുറിച്ചൊരു ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഇറ്റ് വിൽ ബി ഫാക്ട്. പക്ഷേ ഇതിനോട് അനുയോജ്യമായ ഒരു ഭാഗമാണ് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ ഒരു ചർച്ചയിൽ വന്ന ഒരു പ്രായമുള്ളൊരു അമ്മാമ, പ്രായമുള്ളൊരു ആൻറ്റിയാണ്. അവർ പാവപ്പെട്ടവരാണ്, വീട്ടു ജോലിയൊക്കെ ചെയ്താണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർ ഈ കോർപ്പറേഷൻ്റെ പഞ്ചായത്തിൻ്റെ പുറമ്പോക്കിലാണ് അവർ വീട് വെച്ചേക്കുന്നത്, ചാനലിൻ്റെ കരയിലാണ് വീട് വെച്ചേക്കുന്നത്. അപ്പോൾ പാസ്റ്റർ അങ്ങോട്ട് പോകാൻ അവർ സമ്മതിക്കത്തില്ല. കാരണം അത്രത്തോളം ഒരാളെ സ്വീകരിക്കാനുള്ള നില വീട്ടിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർ അങ്ങോട്ട് വലുതായിട്ടൊന്നും വരണ്ടെന്ന് പറയും. പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങളുടെ വീട്ടിൽ വരണ്ട. എന്നാൽ ഈ ആൻറ്റി സുഖമില്ലാണ്ടായി, ഈ ആൻറ്റി കിടപ്പിലായി. പാസ്റ്റർ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇവർ അവർക്ക് എഴുന്നേക്കാൻ വയ്യ, ഒറ്റ റൂമേ ഉള്ളൂ. ഈ റൂമിൽ ഒരു ചെറിയ കൂര ചായച്ച ഇവർ അതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ബെഡിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ആൻറ്റിയുടെ ബെഡിൻ്റെ അരികെ പ്രാർത്ഥിക്കാൻ കാര്യമൊക്കെ സംസാരിച്ചു. പ്രാർത്ഥിക്കാം അമ്മമ്മ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റർ എഴുന്നേറ്റ് ഇങ്ങനെ
ഈ ഓലക്കീറൊക്കെ വെച്ചിരിക്കുന്ന ആ ചുവരിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഒരു കാർഡ് പോലെ ഒരു സാധനം ഫ്രെയിം ചെയ്ത് വെച്ചേക്കുക. അതൊക്കെ ക്യൂരിയോസിറ്റി തോന്നി. അദ്ദേഹം വീണ്ടും അടുത്ത് പോയി അത് വായിച്ചു നോക്കിയിട്ട് ചോദിച്ചു, അമ്മാമേ ഇത് ആര് തന്നത്? അപ്പോൾ പറഞ്ഞു, ഞാനൊരു ഫോറിനറിൻ്റെ വെള്ളക്കാരിയുടെ വീട്ടിൽ ഞാൻ കുറേ കാലം ജോലിക്കുന്ന അമ്മാമയ്ക്ക് ആരുമില്ല. അവർ മരിച്ചു പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി മോക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഓർമ്മയ്ക്കായിട്ട് ഇതിനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കാം. ആ വെള്ളക്കാരിയുടെ ആ ഫോറിനറിൻ്റെ കംപ്ലീറ്റ് പവർ ഓഫ് അറ്റോണിറ്റി സ്വത്തിൻ്റെ എഴുതി കൊടുത്തിരിക്കുക. ഈ സ്വത്തിൻ്റെ പവർ ഓഫ് അറ്റോണിറ്റിയും വെച്ചോണ്ടാ ഈ അമ്മാമ പുറമ്പോക്കി താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പവർ ഓഫ് അറ്റോണിറ്റി വെച്ചോണ്ട് അമ്മാമ ഇത്രയും കാലം അതിൻ്റെ നന്മ അനുഭവിക്കാതെ, അതിൻ്റെ ആ ഒരു മണ്ഡലം അനുഭവിക്കാതെ. നോക്കിയേ, നമ്മൾ ഉദ്ദേശിക്കുന്ന നിലകളിലല്ല നമുക്കെതിരെ പിശാച് പദ്ധതികൾ ഒരുക്കുന്നത്. ഹീസ് ഹൈഡിങ് അവർ ഐസ്. അവൻ നമ്മുടെ കണ്ണുകളെ ഇങ്ങനെ അന്ധത പിടിപ്പിച്ച് വെച്ചിരിക്കുക. തുറന്നാൽ നമുക്ക് കാണാം. ആമേൻ. അതിവിശാലമായിരിക്കുന്ന നിലവാരം. ഞാൻ പോസ്പിരിറ്റി പ്രസംഗിക്കുകയല്ല. ഐ എം നോട്ട് എ പോസ്പിരിറ്റി പ്രീച്ചർ. ഞാൻ പോസ്പിരിറ്റി പ്രസംഗിക്കുകയല്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവ പൈതലിനെ സംരക്ഷിക്കുവാൻ, സൂക്ഷിക്കുവാൻ, പരിപാലിക്കുവാൻ, കരുതുവാൻ, നടത്തുവാൻ, ഏത് പ്രതിസന്ധിയിലും താണു പോകാതെ, വീണു പോകാതെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ഗോഡ്. നമ്മൾ കർത്താവിൻ്റെ കരം പിടിച്ചിരിക്കുന്നതല്ല, ദൈവം നമ്മുടെ കരം പിടിച്ചിരിക്കുക. നമ്മൾ പിടിച്ചാൽ നമ്മുടെ കരം ബലഹീനമുള്ളതാ, നമ്മൾ വിട്ടുകളയും. ദൈവത്തിൻ്റെ കരം ബലമുള്ളതാ. അവിടെ നിന്ന് നമ്മളെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഏത് പ്രതിസന്ധികളിലും വീണു പോകാത്തത്, എവിടെയെങ്കിലും തളർന്നു പോകാത്തത് അവിടെ നിന്ന് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ വിശുദ്ധിയുടെ ഒരു മണ്ഡലവുമല്ല. ദൈവത്തിന് സ്തോത്രം പറയുവാൻ നമ്മൾ കടമപ്പെട്ടവർ. എൻ്റെ ദൈവമേ സ്തോത്രമല്ലാണ്ട് മറ്റൊന്നും പറയുവാനില്ല, ഒന്നും പറയാനില്ല. ഞാൻ എൻ്റെ പിന്നാമ്പുറങ്ങളൊക്കെ നോക്കിയാൽ ഒന്നും പറയാനില്ല. നത്തിങ് ടു സേ. ഒന്നുമില്ല കർത്താവേ, നീ തന്നതല്ലാതെ ഒന്നുമില്ല. നോക്കിയേ, അല്പസമയം ഇല്ലായ്മകളെല്ലാം ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ഫ്രീ ആയ മൈൻഡ്, ഒന്ന് ഫ്രീ ആയേ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളൊന്ന് മാറ്റിവെച്ച് ഒന്ന് ഫ്രീ ആയ ദൈവസ്ഥലിൽ ഒന്ന് ആലോചിച്ച് നോക്കി. തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയാൻ മാത്രം സമയമെടുത്താൽ ഇല്ലായ്മകളെ നമ്മൾ മറക്കും. ഡെഫിനറ്റ്ലി നമ്മൾ മറക്കും. ഞാൻ ഒരിക്കൽ എൻ്റെ മോളെ ഒരു കൺവെൻഷന് പോയി, നൈറ്റാ. അപ്പം ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇന്ന് കുഞ്ഞിനെ കൊണ്ടുപോവാ. എൻ്റെ മോള് വലുതായത്. അപ്പം ഞങ്ങളന്ന് വാടക വീട്ടിലാണ് താമസം. ഉണ്ടോ ഇല്ലയോ ഫോർ മീ അതെന്നെ ബാധിക്കുന്നില്ല. ഞാൻ ഇന്നും പ്രസംഗിക്കുന്നു പറയുക, തെരുവിലാണെങ്കിലും ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ അവിടെ നമുക്കുള്ള ഏറ്റവും വലിയ ധനം ക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഞാൻ എന്താ പറയേണ്ടത്, 2 കാര്യം എൻ്റെ ഒഴിഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം അനുഭവം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരിക്കൽ ഞാൻ കർത്താവിനോട് ചോദിച്ച കാര്യം എനിക്കിന്നും ഓർമ്മയുണ്ട്. അന്ന് 5, 6, 8 കിലോമീറ്റർ നടന്ന് എനിക്ക് മിനിസ്ട്രിക്ക് ഞാൻ പോകുന്നു. ഒറ്റയ്ക്ക് നടക്കും. അന്ന് കാലിൽ വേദന അസഹനീയമാണ്. അപ്പോൾ നല്ലൊരു കയറ്റമുണ്ട്. ആ കയറ്റം കയറാൻ സമയത്ത് ഞാൻ ഒരിക്കൽ കർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. ഒരു ടൈം വേർതിരിച്ച് സംസാരിക്കുന്നത് മാത്രമല്ല, എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ പെയിന് വരുന്നത് അപ്പോഴങ്ങ് കൊടുത്തോണം. അപ്പാന്നൊന്ന് വിളിച്ചേ, അപ്പോഴങ്ങ് കൊടുത്തോണം. ഹി വിൽ ലിസൺ അവർ പ്രേ. നമ്മുടെ ചിന്തകൾ പ്രാർത്ഥനയാണ്, നമ്മുടെ നെടുവീർപ്പുകൾ പ്രാർത്ഥനയാണ്. കൂടെ നമ്മളോടൊപ്പം ഇരിക്കുന്ന ഭാര്യയ്ക്ക് എന്തിനാച്ചാ നെടുവീർപ്പിട്ടേന്ന് അറിയത്തില്ല, ഭർത്താവിന് അറിയത്തില്ല, മക്കൾക്കറിയത്തില്ല, മക്കളുടെ അപ്പമ്മന്മാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം, നീ എന്നെ കൈവിട്ടത് എന്ത്? എൻ്റെ ഞരക്കത്തിൻ്റെ ശബ്ദം. ആ വേർഡ് എന്തൊരാഴോ, എൻ്റെ ഞരക്കം. കാരണം അതാ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. എന്നെ ദൈവത്തിനറിയാം, ആ ദൈവം എന്നെ കാണുന്നു എന്നുള്ള ആഴമായൊരു വെളിപ്പാടാണ്. അതിൻ്റെ വേർഡ് എന്തോ ഒരു മനോഹരമാണ്. ഞാൻ തിരിച്ചു വരട്ടെ. ഞാൻ അങ്ങനെ നടക്കാൻ സമയത്ത് കയറാൻ ഒക്കുന്നില്ല. എനിക്ക് സിവിയറായിട്ടുള്ള പെയിനാണ് കാലിൽ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് നടക്കാൻ എൻ്റെ കാലിന് ശക്തി തരണം. എൻ്റെ കാലിൽ പിടിച്ചു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കാലിന് ശക്തി തരണം. ഞാൻ എന്നിട്ട് അങ്ങ് പോയി. ഞാൻ മറന്നുപോയി ഞാൻ ഈ പ്രാർത്ഥിച്ചത്. നമ്മൾ പ്രാർത്ഥിച്ചത് നമ്മൾ മറന്നുപോയാലും മറക്കാത്തൊരു ദൈവം.
അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ കരഞ്ഞേച്ചല്ല ഇറങ്ങി പോകേണ്ടത്, ആ ഭാരം ഇറക്കി വെച്ചു പോകണം. ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചത് കേട്ട ഒരു ദൈവം, എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി. അതാ ആ 1 പത്രോസ് നമ്മൾ വായിച്ചതിൻ്റെ മോള് ഞാൻ പറഞ്ഞു, എത്രത്തോളം വാക്യമെല്ലാം പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്കതിൻ്റെ വിഷയവും അല്ല. 1 പത്രോസിന് വായിക്കണ്ട, എടുക്കണ്ട. 5 നമ്മൾ ആ ഗലാത്യ ലേഖനം മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി. 1 പത്രോസ് 5:7 പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങൾ ഇട്ടുകൊള്ളാം. അത് ഇംഗ്ലീഷ് വേർഡിൽ പറയുന്നത് കാസ്റ്റ് എന്നൊരു വേർഡാണ്, എറിഞ്ഞു കളയുക. ലൈക്ക് എ റബ്ബിഷ്, ലൈക്ക് എ ഗാർബേജ്. നമ്മളതിനെ എറിഞ്ഞു കളയുക. ഇതെല്ലാം ഗാർബേജാണ് ദൈവമക്കൾ. ഇതൊന്നും കൊണ്ട് ചുമക്കരുത്. ഫ്രീ ആയിരിക്കണം. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ ആഴമായി. പ്രൈസ് ഗോഡ്. ഞാൻ ഈ പ്രാർത്ഥിച്ചു പോയി കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 days ഒക്കെ ആയിക്കാണ്. പാസ്റ്റർ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഒരു വേർഡ് ഉപയോഗിക്കുകയാണ്, ക്ഷമിക്കുക. ഒരു ഉപദേശി എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ധനാഢ്യനായ മനുഷ്യരൊന്നുമില്ല, പാവപ്പെട്ട മനുഷ്യർ. ഞാൻ ഒരു വാടക വീട്ടിൽ താമസിക്കുക. ഞാനിന്ന് മാരീഡ് അല്ല, ഞാൻ എൻ്റെ മമ്മിയുണ്ട്. ഈ ദേവദാസൻ സൈക്കിളിലാണ് വന്ന് പ്രാർത്ഥിക്കാൻ. സൈക്കിളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. സൈക്കിൾ അവിടെ വെച്ചിട്ട് ഞാൻ നടന്നു പോവാം. മറന്നുപോയായിരിക്കും എന്ന് കരുതി ഞാൻ കൈതട്ടി വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ബ്രദറെന്നാന്ന് വിളിക്കുന്നത്, ബ്രദറെ സൈക്കിൾ വെച്ച് മറന്നിട്ട് പോവുക. അപ്പം അദ്ദേഹം പറഞ്ഞ കേൾക്കണ്ടേ, 2 ദിവസം മുമ്പ് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ നിങ്ങളെ എടുത്ത് കാണിച്ചു തന്നിട്ട് ഈ സൈക്കിൾ കൊണ്ട് സാബുവിന് കൊടുക്കണമെന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പാണ് ഞാൻ പ്രാർത്ഥിച്ചേ. ഹലോ, എവിടെയുണ്ട് പ്രാർത്ഥന? ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഉണ്ടെന്ന് പറയാനാ ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. സ്തോത്രം. ഈ ഫാസ്റ്റിംഗ് പ്രേയറിന്റെ ലാസ്റ്റ് ഡേയ്സിൽ തരുന്ന ദൈവം അല്ല. ആരോ നമ്മുടെ പ്രാർത്ഥന തടഞ്ഞു വെക്കുകയല്ല. നമ്മുടെ പ്രാർത്ഥനയെ തടയുവാൻ പോരുന്ന ഒരു ശക്തി നാളിതുവരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകത്തില്ല. അവയെ കാൽവരി ക്രൂശിൽ വെച്ച് കർത്താവ് തകർത്തു കളഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാം, അബ്രഹാമിന്റെ ദൈവമല്ല, ദാനിയേലിന്റെ ദൈവമല്ല എൻ്റെ ദൈവം, എൻ്റെ അപ്പനാ അവരുടെ ദൈവം. ഹലോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അബ്രഹാമിന്റെ ദൈവം അല്ല എൻ്റെ ദൈവം, ദാനിയേലിന്റെ ദൈവം അല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം എൻ്റെ അപ്പൻ അവരുടെ ദൈവമാണ്. സ്വത്രം പറഞ്ഞ്, എൻ്റെ അപ്പൻ അവരുടെ ദൈവമാണ്, എൻ്റെ അപ്പനാ അവർക്ക് ദൈവമാണ്. ഈസ് മൈ ഫാദർ. കണ്ടോ, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. പിന്നെ അപ്പൻ്റെ മനസ്സിലാണ്. പിന്നെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം അതാ ആ വെളിപ്പാട്, അല്ലെങ്കിൽ നിനക്ക് തരാമെന്ന് പറഞ്ഞ ഡേയ്സ്, ആ ദിവസം നമ്മുടെ അടുക്കലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. ആ ദിവസം നമുക്ക് തരാൻ വേണ്ടിയിട്ട് കർത്താവ് ഇങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവം നമുക്ക് തന്നതിന് നന്ദി പറഞ്ഞാൽ മാത്രം മതി. ദൈവം നമുക്ക് താഴെ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മളെപ്പോൾ ഉയർന്നു എന്ന് തോന്നുന്നു അവിടെ വെച്ച് ഹി വിൽ സ്റ്റോപ്പ് ഇറ്റ്. അവൻ അവിടെ വെച്ച് നിർത്തിക്കളയും. മനം ഉയർന്നു പോകരുത്. അത് ശുശ്രൂഷയിലായിരുന്നാലും, സമ്പത്തിലായിരുന്നാലും, വിദ്യാഭ്യാസത്തിലായിരുന്നാലും, വസ്ത്രധാരണത്തിലായിരുന്നാലും, സൊസൈറ്റി ലൈഫിലായിരുന്നാലും, ഒന്നിലും നമ്മുടെ മനസ്സുയർന്നു പോകരുത്. നമ്മൾ എന്തെങ്കിലും ആയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയാൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ പോയി ഫാസ്റ്റ് ചെയ്യണം, നിങ്ങൾ ഉപവസിക്കണം. നിങ്ങൾ എപ്പോഴാണ് ഉപവസിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയും, നമ്മൾ എവിടെയെങ്കിലും ക്രിസ്തുവിൽ ആശ്രയത്തിന് ഉപരിയായി ഉയർന്നു പോകുന്ന ജീവിതത്തിൻ്റെ ചിന്ത നിലവാരങ്ങൾ വന്നു പോയാൽ അന്ന് ആരോടും പറയുന്നത് ഓടിച്ചെന്ന് ഇത് ഉപവസിക്കണം, കർത്താവേ ഇതിനൊന്ന് ഉടച്ചു തരണമേ അപ്പ എന്നൊന്ന് പറഞ്ഞിരുന്നേ. നമുക്ക് വേണ്ടിയത് സ്വർഗത്തിലെ അപ്പച്ചൻ നിശ്ചയമായിട്ട്. സ്തോത്രം. ഞാൻ ഈ തരാൻ പോകുന്ന ദൈവത്തെ അല്ല പ്രസംഗിക്കുന്നത്. ഓൾറെഡി ഹി ഹാഡ് ഗിവൻ us, നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞു. ക്രൂശിൽ നമുക്ക് വേണ്ടി കർത്താവ് നിവർത്തിച്ചിരിക്കുക. സ്തോത്രം. അതല്ലേ പൗലോസ് അതിൻ്റെ വെളിപ്പാടിലല്ലേ പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ എടുക്കണ്ട, ഫിലിപ്പിയ ലേഖനത്തിൽ 1:3 പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് എനിക്ക് ലഭിച്ച യേശുവ എൻ്റെ നന്മ, യേശുവ എൻ്റെ സമ്പത്ത്. അവിടെ നിന്ന് എൻ്റെ എല്ലാം അവിടെ നിന്ന് എനിക്ക് എല്ലാമായിരിക്കും. അതുകൊണ്ട് എന്തോ ആണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത്, കർത്താവേ തന്നതിനായിട്ട് നന്ദി എന്ന് പറയണം.
ഞാൻ പറഞ്ഞു വന്ന ഭാഗം, എൻ്റെ മോളെയും കൊണ്ട് ഈ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമ്മളിന്ന് പാസ്റ്റർക്ക് അറിയാം, പാസ്റ്റർ ട്രിവാൻഡ്രത്തൊക്കെ ഒത്തിരി പ്രാവശ്യം വരുന്ന ആളാണ്. ഈ തമ്പാനൂർ പാസ്റ്റർ വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടൊരു റൗണ്ട് ബോട്ടും അവിടെ ചെറിയൊരു പാർക്കും ഒക്കെ കൂടെ ഉണ്ട്. അപ്പോൾ ആ പാർക്ക് ഞാൻ പറഞ്ഞു, മോളെ നമ്മളിന്ന് ആ തമ്പാനൂർ ഒന്ന് കാണാൻ പോവാം. അവൾ ചോദിച്ചു, എന്തോത്തിനാ പാപ്പ, നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, രാത്രി നീ കണ്ടിട്ടില്ലല്ലോ. 10 മണി കഴിഞ്ഞ സമയത്ത് ഞാൻ ആ തമ്പാനൂർ സ്റ്റാൻഡിലേക്ക് ചെല്ലുമ്പോൾ ഫുട്പാത്തിൽ ആ പാർക്കിൻ്റെ ചുറ്റും ആ റൗണ്ട് ബോട്ടിൽ ഒത്തിരി ആളുകൾ കിടന്നുറങ്ങുക, സ്ത്രീകളുമുണ്ട്. ഇപ്പം മോള് നോക്കിയിട്ട് പറഞ്ഞു, പപ്പ ആൻറ്റിമാരും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അതാ മക്കളെ, നമുക്ക് വാടകയ്ക്ക് കിടക്കാൻ വീടെങ്കിലും ഉണ്ട്, വാടകയെങ്കിലും കൊടുക്കാനുള്ള നന്മ നമ്മുടെ കയ്യിലുണ്ട്. ഇതുപോലും ഇല്ലാത്തവരാ. കണ്ടോ, നമ്മൾ എത്ര ദൈവത്തിന് നന്ദി പറയണം. സ്തോത്രം, എത്ര ദൈവത്തിന് നന്ദി പറയണം. ഇല്ലായ്മകളെ ഓർത്ത് കരയുന്നത് നമ്മൾ നിർത്തിയിട്ട്, ദൈവമേ താങ്ക് ലോർഡ്, അവിടുന്ന് എന്ത് തന്നിരിക്കുന്നു അതിൽ നന്ദി. ഏറ്റവും വലിയ വെളിപ്പാട് നമുക്കുണ്ടാകേണ്ടത് ദൈവം തന്നിരിക്കുന്നതിൽ സംതൃപ്തമായ ഒരു മനസ്സിൻ്റെ ഉടമയായി തീരണം. കർത്താവേ നന്ദി എന്ന് പറയണം, യേശുപ്പാ നന്ദി എന്ന് പറയണം, തന്നതിനെല്ലാം നന്ദി പറയണം. തന്നതിനെല്ലാം നന്ദി പറയുന്ന ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതാ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, അതാ ക്രിസ്തുവിൻ്റെ മനസ്സ്. ആ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മിലേക്ക് എത്തുമ്പോൾ ആ ദൈവപ്രവൃത്തി നമുക്ക് ആഴമായിട്ട് കാണാൻ കഴിയുന്നു. അപ്പം ഈ വെളിപ്പാടിൽ, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിക്കുന്ന ആഴമായ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഉയരണം. എൻ്റെ മക്കളെല്ലാം ഉയർന്ന തലത്തിൽ നിൽക്കണം എന്നുള്ളതാണ് കർത്താവ് എന്തോരം സന്തോഷിക്കുമെന്നറിയാമോ? എന്തോരം സന്തോഷിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതായിട്ടും നമ്മൾ അവർക്ക് പോക്കറ്റ് മണി കൊടുക്കേണ്ടി വന്നാൽ, മാരേജ് ചെയ്ത് കൊടുത്തു, അവർക്ക് വേണ്ടുന്നെല്ലാം ചെയ്ത് കൊടുത്തിട്ടും അപ്പനോടൊന്ന് പോക്കറ്റ് മണി ചെയ്ത് കൊടുക്കേണ്ടി വരുമ്പോൾ നമ്മളൊന്ന് ആഗ്രഹിച്ചു പോവും, എൻ്റെ കുഞ്ഞ് സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ എന്ന് അവനൊന്ന് പ്രാപ്തനാകുന്നേ. ഈ പെയിനാ പൗലോസിനുള്ളിൽ കൊടുത്ത്, ആ പെയിനാ പൗലോസ് എഴുതി വെച്ചത്, ആ പെയിനാ നമ്മിലേക്ക് പകർന്നു തരുന്നത്. ആ ഗലാത്യ ലേഖനത്തെ നമ്മൾ വായിക്കുന്നത് ഒന്ന് വായിക്കാവോ? അതിൻ്റെ 4-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചു. അതിൻ്റെ ആദ്യ ഭാഗം വായിച്ചതാണ്. ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്. അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും. വായിച്ചേ. ലൈക്ക് നെപ്പിയോസ്, ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷത ഉള്ളവനല്ല. ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. മതി, വിശേഷതയുള്ളവനല്ല. അപ്പൊ നമ്മള് ആരാണ് ഈ ദാസൻ എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നോക്കിയേ, ഈ പഴയ നിയമത്തിലുള്ളവർ എല്ലാവരും, അവരെല്ലാം ദാസന്മാരായിരുന്നു. നിങ്ങൾ ഈ ബൈബിൾ എടുത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് പരിശോധിക്കണം. അപ്പ എന്ന് വിളിക്കാൻ ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ലഭിച്ച ഭാഗ്യം എന്തോ അതറിയാമോ? അപ്പ. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, നിങ്ങൾ ദാനിയേലിനെ പോലെയല്ല പ്രാർത്ഥിക്കേണ്ടത്, ദാവീദിനെ പോലെയല്ല പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ ഏലിയാവിനെ പോലെയല്ല പ്രാർത്ഥിക്കേണ്ടത്, എബ്രഹാമിനെ പോലെയല്ല പ്രാർത്ഥിക്കേണ്ടത്, മോശയെ പോലെയല്ല പ്രാർത്ഥിക്കേണ്ടത്. അവർ ഈ അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, ഇസ്രായേലിൻ്റെ ദൈവമേ എന്ന് അപ്പാന്ന് വിളിക്കുവാൻ യോഗ്യതയില്ലാതെ പ്രാർത്ഥിച്ചവരെ പോലെ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിത്ത് ഇൻറ്റിമസി, നിങ്ങൾ ഫാമിലി മെമ്പർ, നിങ്ങളുടെ അപ്പാന്ന് വിളിക്ക്. ഉണ്ടോ? പഠിപ്പിച്ചോണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥ എൻ്റെ അപ്പ, എൻ്റെ അപ്പ. നമ്മുടെ കുഞ്ഞുങ്ങൾ അപ്പ അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് എന്തോരം പിടയുന്നറിയോ? അവരൊന്ന് പെയിൻ അനുഭവിച്ചാൽ നമ്മുടെ മനസ്സിലെ വേദന, വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അവർക്കൊരു പെയിൻ ഉണ്ടാക്കിയാൽ ആ കട്ടിലേന്ന് പിന്നെ ഇറങ്ങാൻ തോന്നത്തില്ല, അല്ലേ? നമ്മൾ കൂടെ ഇരിക്കും, ടു ട്രീറ്റ് ദം, അവരെ ഒന്ന് ശുശ്രൂഷിക്കാൻ, അവരെ ഒന്ന് പരിചരിക്കാൻ. എന്ത് കെയർ ആയിരിക്കും ആ കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്നത്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഞാൻ നേരത്തെ ഇരിക്കുന്ന ഒരു ചർച്ച്, ആ ചർച്ചിൽ ഒറ്റ മുറിയേ ഉള്ളൂ, അതിന് ഒറ്റ മുറി മാത്രം, ചർച്ചും ഒറ്റ മുറിയും, പാസ്റ്റേജിൽ ഒറ്റ റൂമാണ്. അപ്പോൾ ചർച്ചിലാണ് ഞാൻ കിടക്കുന്നത്. ഞാനും എൻ്റെ വൈഫ് അന്ന് മാരീഡാണ്. എൻ്റെ മമ്മിക്ക് ഈ തണുപ്പൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് മമ്മി റൂമിൽ കിടക്കും, ഞങ്ങൾ ചർച്ചിലാണ് കിടക്കും, കുഞ്ഞു ചർച്ച. അപ്പോൾ ചർച്ചിൽ കിടക്കുമ്പോൾ ചർച്ചിലാണ് തൊട്ടിൽ കെട്ടുന്നത്, തൊട്ടിൽ കെട്ടി ചർച്ചിൽ കിടക്കും. അന്ന് ആ ചർച്ചിൻ്റെ ജനാലയ്ക്ക് പാളിയൊന്നുമില്ല,
അടയ്ക്കാനും നോക്കത്തില്ല. എടുത്ത് വെച്ച് ഞങ്ങൾ അടച്ചു വെച്ചിട്ട് അവിടെ കിടക്കും. അപ്പം മോളിങ്ങനെ തൊട്ടിൽ കിടക്കുക. ഒരിക്കൽ എനിക്കൊന്നും ഓർമ്മയുണ്ട്, എൻ്റെ മോളൊന്ന് വഴുതി തൊട്ടിലേന്നൊന്ന് നിലത്ത് വീണു. ഞാൻ അനുഭവിച്ച പെയിൻ, നമ്മളെപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നോ, എൻ്റെ അപ്പൻ അനുഭവിക്കുന്ന പെയിൻ അറിയാവോ നിങ്ങൾക്ക്? എൻ്റെ അപ്പൻ അനുഭവിക്കുന്ന പെയിൻ, 2 കാര്യത്തിൽ ആ പെയിൻ എൻ്റെ അപ്പനുണ്ടാവും. എന്താണെന്നറിയാമോ? നമ്മൾ പാപം ചെയ്യുമ്പോൾ എൻ്റെ അപ്പൻ പെയിൻ ഉണ്ടാവും, ഭയങ്കര പെയിനായിരിക്കും. നമ്മളെ തല്ലി കൊല്ലുന്ന കർത്താവല്ല, നമ്മളെ തിരുത്തും. പക്ഷേ മനസ്സ് ഭയങ്കര, നമ്മൾ പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മളെ കൊല്ലുമെന്ന് പറയുന്ന ഒരപ്പനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നോ, വിത്ത് ലവ് ആണ്, സ്നേഹം കൊണ്ടാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ എന്തുവാ പാപമൊന്ന് പട്ടിക എടുത്തൊന്നും പറയണ്ട, നിരത്തി വയ്ക്കാൻ നിരവധി പട്ടികകൾ. 1 കൊരിന്ത്യർ ലേഖനം 6:9 എടുത്ത് വായിച്ച ആ പട്ടിക നടത്താം. ഗലാത്യ ലേഖനത്തിലെ പട്ടിക നടത്താം. ഞങ്ങൾ പാസ്റ്റേഴ്സ് ആയതുകൊണ്ട് ഈ പട്ടികളെല്ലാം പ്രസംഗിച്ച് ഞങ്ങൾക്ക് കാണാപ്പാടമോ? ഈ പട്ടിക നിരത്തി അറിയേണ്ടതല്ല. എനിക്ക് എൻ്റെ ഉള്ളിൽ തിരിച്ചറിവും അതെൻ്റെ അപ്പൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും. അതുപോലെ എൻ്റെ ആവശ്യങ്ങളുടെ നടുവിൽ ഞാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി വേദനിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ പറയും, ഏലിയാവിൻ്റെ കാക്ക ചത്തുപോയിട്ടുണ്ട്, പക്ഷെ ഏലിയാവിൻ്റെ ദൈവം അല്ലെങ്കിൽ എൻ്റെ അപ്പൻ ചത്തുപോയിട്ടില്ല. ഹീ ഈസ് അലൈവ്. ദൈവം അത്ഭുതങ്ങളെ ചെയ്തു തരും. സ്തോത്രം, അത്ഭുതങ്ങളെ ചെയ്തു തരും. ബട്ട് നമ്മൾ ആ ശൈശവത്തെ എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ലൈക്ക് ഇസ്രായേൽ. അതിനേക്കാളും നമ്മളെ വെച്ചിരിക്കുന്നത് ദൈവം ഉയരത്തിൽ തന്നോട് കൂടെ ഇൻ ക്രൈസ്റ്റ്. ഈ പൗലോസ്യ ലേഖനങ്ങളിൽ അല്ലെങ്കിൽ പൗലോന്യ ലേഖനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സബ്ജക്റ്റ് എന്ന് പറയുന്നത് നീതീകരണം ഇതൊന്നുമല്ല. ഇൻ ക്രൈസ്റ്റ്, ഐ എം വെയറിങ് ക്രൈസ്റ്റ്. ഈ 2 വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, കാരണം ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറി കിട്ടാനാ. കാരണം ഞാൻ എവിടാണെന്നുള്ള വ്യക്തമായ ബോധം നമ്മുടെ ഉള്ളിലേക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുവാനാണ് പൗലോസ് അവിടെ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്പന്നരായി ജീവിക്കും. നമ്മൾ സമ്പന്നരാണ്. ഒരു പക്ഷേ നമ്മളെ നമുക്കും മറ്റുള്ളവർക്കും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് ബൈബിൾ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരണം. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എല്ലാ മനുഷ്യരെക്കാളും സമ്പത്തിലും വാഹനത്തിലും വസ്ത്രത്തിലും സൗന്ദര്യത്തിലും മേലെ വരുമ്പോഴാ അവരോട് കണ്ടോ നമ്മുടെ ദൈവം നിങ്ങളെക്കാളും വലുതാ. ഇതാർക്കാ ഒക്കാത്തെ? നമ്മളെ ഉയരങ്ങളിൽ, ഉന്നതങ്ങളിൽ, സാമ്പത്തിക നിലവാരങ്ങളിൽ, എല്ലാ മേഖലകളും ശ്രേഷ്ഠമായി വെക്കുമ്പോൾ സ്തോത്രം പറയാൻ എല്ലാവർക്കും ഒക്കും. പക്ഷേ ഒന്നുമില്ലായ്മയിൽ, ദാരിദ്ര്യത്തിൽ, രോഗിയായിരിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ സ്തോത്രം ചെയ്യുമ്പോൾ ആ സ്തോത്രത്തിൻ്റെ വാല്യൂ അറിയാമോ? കൂടെ കിടക്കുന്നവൻ ചോദിക്കും, എടാ നീ കട്ടതയിൽ കിടക്കുമ്പോൾ അതാ പറയേണ്ട സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുക. അതുകൊണ്ട് ദാവീദിന് എങ്ങനെയായി വെളിപ്പാടുണ്ടായത് എനിക്കറിയത്തില്ല. ദാവീദ് പറഞ്ഞു, ആമൻ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ അധികം സന്തോഷം. എനിക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിച്ച സന്തോഷമല്ല ഇത്, എനിക്ക് എന്തെങ്കിലും കിട്ടിയപ്പോഴുള്ള സന്തോഷമല്ല. കിട്ടുമ്പോൾ ആമേൻ സ്തോത്രം പറയുന്നത് അത് ഏത് തലമാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ രോഗിയാണോ? കർത്താവേ അതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു നോക്കിയേ. ദൈവമേ ഞാൻ ഈ കഷ്ടതയ്ക്കായി സ്തോത്രം എന്ന് പറഞ്ഞു നോക്കിയേ. പ്രതിസന്ധിക്കായി സ്തോത്രം പറഞ്ഞു നോക്കിയേ. എനിക്കറിയാം ഈ മീറ്റിംഗ് സൂം ലീഡ് ചെയ്യുന്ന ദേവദാസൻ ഒരുപാട് കഷ്ടതയിലൂടെ പോയിട്ട് ആ കഷ്ടതയുടെ വേളയിൽ അദ്ദേഹം പറഞ്ഞ സ്തോത്രമാ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഇന്നിവിടെ ഇരിക്കുന്നതിൻ്റെ സ്തോത്രമല്ല ദൈവത്തിന് വില ഏറിയത്. ആ ജയിലിൽ കിടക്കുമ്പോൾ, ആ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ, ആ ഭക്ഷണമില്ലായ്മയിലൂടെ പോകുമ്പോൾ, മെഴുകുതിരി വാങ്ങാൻ പൈസ ഇല്ലാതെ ഇരിക്കുന്ന ആ കാലഘട്ടത്തിൽ അവിടെ പറഞ്ഞില്ലേ സ്തോത്രം? ഹല്ലേലൂയ. ദൈവം നമ്മളെ കഷ്ടതയിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നതിനേക്കാൾ ഉപരിയായി ആ കഷ്ടതയിൽ നിൽക്കാനുള്ള ഏബിലിറ്റി നമ്മളെ ഏബിളാക്കുക. കാരണം ഏത് പ്രതിസന്ധിയിലും നീ തളരത്തില്ല. ഇത് കാണുമ്പോൾ നാട്ടുകാർ നമ്മളെ നോക്കി ചോദിക്കും, നിനക്ക് എങ്ങനാ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നേ? ദൈവമക്കളെ, നമ്മൾ എത്തേണ്ടത് അവിടെ എത്തണം. എൻ്റെ ഞാൻ ചെയ്ത എൻ്റെ പ്രസംഗവേദിയിൽ ഞാൻ ഇച്ഛിക്കുന്ന ഒരു കാര്യം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിൽ പറഞ്ഞ എനിക്കൊരു സബ്ജക്റ്റ് പ്രസംഗിക്കണ്ട, ഈ ഒരു കാഴ്ചപ്പാട് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോണം. സ്തോത്രം. അങ്ങനെ വന്നാൽ ഒന്നും ഒരു കാലത്തും നമ്മെ ബലഹീനപ്പെടുത്തുകയില്ല. രോഗം പരാജയപ്പെട്ടു പോകും.
പിശാച് പരാജയപ്പെട്ടു പോവും. നിന്നെ തകർക്കാൻ പറ്റുന്ന ഒരു ശക്തിയില്ല. അതുപോലെ പൗലോസ് വെല്ലുവിളിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഞങ്ങളെ ആർക്ക് വേർപെടുത്താൻ കഴിയും? യാതൊന്നിനും കഴിയാത്ത നിലവാരങ്ങളിലേക്ക് വി ആർ ഇൻ എ ഹയർ പ്ലേസ്. കണ്ടോ, നമ്മൾ ഇനി ഉയരത്തിൽ വെക്കാൻ പോവുകയല്ല. ഇന്ന് ഉയരത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പറയണം, ദൈവമെന്നെ ഉയർന്ന സ്ഥലത്തിൽ അവിടെ നിന്നിരിക്കുന്ന സ്ഥലത്താണ് എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ജയിച്ച ജയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഏതാണ്ട് ചെയ്ത് ജയിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ നിന്ന് ജയിച്ച ജയത്തിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുക. ഞാൻ ദാസനല്ല, ഞാൻ പുത്രനാ, ഞാൻ പുത്രത്വം പ്രാപിച്ചതാ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരമാണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ അതോറിറ്റി. മക്കളെന്ന അധികാരമാണ്. കട്ടതയിൽ വാടിപ്പോകുന്നതല്ല. തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടത്തില്ല. നിന്നെ തകർക്കാൻ പറ്റുന്ന ഒരു ശക്തി, അതാ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അങ്ങനെ ഒന്ന് ഇതുവരയ്ക്കുമില്ല. സ്തോത്രം. കണ്ടോ, ദാസന്മാർ വെളിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അവരെപ്പോഴും നോക്കുന്നത് ദേ ആർ ലൈക്ക് ബെഗേഴ്സ്. അവരിങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുക. അതാ 123 സങ്കീർത്തനം നമ്മൾ വായിക്കുന്ന, ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്നതുപോലെ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൃപ കരുണ ചെയ്യുവോളം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ദാസന്മാരെ പോലെ നോക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. നിങ്ങൾ ആ ഗലാത്യ ലേഖനമൊക്കെ ഒരു ഹോംവർക്ക് പോലെ എടുത്ത് വായിക്കണമേ. നമുക്ക് ആ ഒരു റെവലേഷനിലേക്ക് ദൈവസഭ മാറണം. ആ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ മാറണം. ആ വെളിപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന കർത്താവ്. ആത്മാവ് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന അതിലേക്ക്, ആ മേഖലകളിലേക്ക് നമ്മൾ വന്ന് നിൽക്കണം. യാതൊന്നിനും തൊടാൻ കഴിയാത്ത മേഖലകളുടെ മുകളിൽ അപ്പച്ചൻ കൂടെ നിർത്തിയിരിക്കും. കൂടെ ഉണ്ട് കേട്ടോ, മറന്നുപോകരുത്. ലോകത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെ ഇരിക്കുക. ഞാൻ ആ 3 ഭാഗങ്ങൾ എപ്പോഴും പറയാറുണ്ട്. പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട്. സുവിശേഷങ്ങളിലേക്ക് എത്തിയപ്പോൾ കർത്താവായ യേശു പറഞ്ഞു, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവരുടെ മധ്യേ, ഐ മീൻ മിഡിൽ, ഞാൻ നടുവിലുണ്ട്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അപ്പോസ്തലിക ഉപദേശം അതിൻ്റെ വെളിപ്പാടുകളിലേക്ക് വരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ നടുവിലും മിഡിലുമല്ല, ഐ ആം ഇൻസൈഡ് യു. അതാ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്നവൻ നമ്മുടെ ഉള്ളിലിരുന്നാൽ നമുക്ക് മറുപടി തരുന്നേ. അതാ നമ്മുടെ പ്രാർത്ഥന ആർക്കും തടയാൻ പറ്റാത്തത്. ദാസന്റെ പ്രാർത്ഥന തടയാം, മക്കളുടെ പ്രാർത്ഥന അകത്തുനിന്ന്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ഒന്ന് ചലിക്കുമ്പോൾ, ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻ ഉണ്ടാകുമ്പോൾ എനിക്ക് വാക്കും ഭാഷണവും ചിലപ്പോൾ വരത്തില്ല. നമ്മുടെ എല്ലാ അവസ്ഥ അറിയാമല്ലോ. നമുക്ക് എപ്പോഴും ഒരുപോലെ പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. ചിലപ്പോൾ ചെന്നിരുന്നാൽ വാക്കുകൾ വരത്തില്ല. അന്ന് നീ നരങ്ങിയില്ലേ, ആ ഒരു നെടുവീർപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നില്ലേ, ആ നെടുവീർപ്പ് അങ്ങെത്തും. അകത്തുനിന്ന്. അതാ ഞാൻ തടയാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അകത്തേക്ക് ആ ഒരു ആഴമായൊരു വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നില്ല. നമുക്ക് ആ ഒരു വാക്യം ഒന്ന് ഞാൻ വായിപ്പിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ വിളിച്ചോണ്ടോ, കുഞ്ഞുങ്ങളെ, യു ആർ ഫ്രം ഗോഡ്. സ്വന്തമായിട്ട് പറയണോ കേട്ടോ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. ഐ എം നോട്ട് ഫ്രം ദ വേൾഡ്. ഞാൻ ഒരിക്കൽ ലോകത്തിൽ നിന്നുള്ളവനായിരുന്നു, ലോകത്തിൽ നിന്ന് ജനിച്ചവൻ. എനിക്കൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ അതിലാണ് ഞാൻ അറിയപ്പെട്ടിരുന്നത്. ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ കുലത്തിൻ്റെ പേരിലല്ല ഞാൻ അറിയപ്പെടുന്നത്. ഐ ആം ഫ്രം ഗാഡ്. ഞാൻ ഇന്ന് അറിയുന്നത് എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഞാൻ അറിയപ്പെടുന്നതാണ്. നമുക്ക് ലഭിച്ച മാന്യത നമ്മുടെ ശുശ്രൂഷ ലഭിച്ചല്ല, കർത്താവ് വന്നപ്പോൾ കിട്ടിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. പണത്താലാണ് മാന്യത വരുന്നെങ്കിൽ പണം പോയാൽ മാന്യത പോകും. വസ്ത്രത്തിൽ മാന്യത വന്നാൽ, വസ്ത്രത്തിൽ കറ പുരണ്ടാൽ അത് പോകും. സ്ഥാനത്തിൽ കിട്ടുന്ന മാന്യത സ്ഥാനം പോയാൽ പോകും. ദൈവം നമുക്ക് തരുന്ന, ക്രിസ്തു നമുക്ക് തരുന്ന മാന്യത, നാം ക്രിസ്തുവിനോട് കൂടെ നിൽക്കുന്ന കാലത്തോളം ഒരു കാലത്തും നഷ്ടപ്പെട്ടു പോകാത്ത, സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, കർത്താവേ ഒരു യോഗ്യതയുമില്ല. അങ്ങനെ പറയരുത്. വി ആർ ദ പ്രഷ്യസ് ഫോർ ക്രൈസ്റ്റ്. ഒരു യോഗ്യതയില്ല എന്നല്ല,
നമ്മൾ വിലയേറിയവരാ. നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ ഒരുപാട് പദപ്രയോഗങ്ങളിൽ ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഒരുപാട് വാക്കുകളിൽ ഒരു വാക്കാണ് ഏകജാതൻ. ഒരു ഭാഗത്ത് യോഹന്നാൻ 1:3-16 ഏകജാതൻ എന്ന് പറയുമ്പോൾ, എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ, പൗലോസ്യ വെളിപ്പാടുകളിലേക്ക് വരുമ്പോൾ പൗലോസ് 1:6 പറയുമ്പോൾ പൗലോസ് പറയുന്ന ആദ്യജാതനാണെങ്കിൽ മൂത്തവനാണെങ്കിൽ ഞാൻ ആരാ? ഇളയവൻ. സ്വതന്ത്രം പറഞ്ഞേ. ബ്രദർലി റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഐ എം ഫ്രം ദ ഫാമിലി. എനിക്ക് എന്തിനാ ഈ ഈ ഈ ഈ ഇത്രയും വലിയ വില തന്നെന്ന് അറിയണ്ടേ? ഐ എം ദ പ്രഷ്യസ് വൺ. വില മതിക്കാൻ പറ്റാത്തതാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഞാൻ, സ്തോത്രം, പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ പെട്ടുപോയ എന്നെ വീണ്ടെടുക്കാൻ അപ്പൻ സ്വന്തം കുമാരനെന്ന് നോക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. റോമർ 8:32 രേഖപ്പെടുത്തിയിരിക്കുക. സ്വന്തം പുത്രനെ ആദരിക്കാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം പുത്രനേക്കാൾ നിങ്ങളുടെ പ്ലേസസ് ഒക്കെ എനിക്കറിയത്തില്ല. നിങ്ങളിരിക്കുന്ന പ്ലേസ് നിങ്ങളെ കണ്ടിട്ട് ആ ക്രൂശിലേക്കൊന്ന് നോക്കണം. ഇപ്പോൾ നിങ്ങളെ കാണണം. നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ ഓർക്കണം. എവിടെ ആയിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, UAE ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, വേറെവർ, ഈ വേൾഡിൻ്റെ ഏത് സ്ഥലത്തിരിക്കുന്നവരായിരുന്നാലും നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ സ്ഥലത്തെ ഓർക്കണം, നിങ്ങളുടെ പേരിനെ ഓർക്കണം. എന്നിട്ട് ആ ക്രൂശിലേക്കൊന്ന് നോക്കിയേ. ആ ക്രൂശിൽ ആ പിതാവായ ദൈവം നിങ്ങളെ നോക്കി, ക്രൂശിൽ മോനെ നോക്കി, ക്രിസ്തുവിനെ നോക്കി. ക്രിസ്തുവിനെ രക്ഷിച്ചാൽ നിങ്ങളെ വീണ്ടെടുക്കാനൊക്കത്തില്ല. നിങ്ങൾ മാന്യരും വിലയേറിയവരും. ആമേ. നിങ്ങൾ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിനെ മറന്ന് നിങ്ങളെ സ്നേഹിച്ച ആ വില നമ്മൾ തിരിച്ചറിയണം. സ്വതന്ത്രം. നമുക്ക് ആ വില തന്നത്, ആ വില തന്നവൻ ഈ ലോകത്തിൽ കിടക്കുന്ന ഈ സാധനം, ഈ ചവറ് നമുക്ക് തരാതിരിക്കൂ? ഇതൊക്കെ നമുക്ക് തരാതിരിക്കൂ? വാ, ഇതൊക്കെ നമുക്ക് തരാതിരിക്കൂ? നിശ്ചയമായിട്ട് ഇവകൾ നമുക്ക് വേണ്ടിയതാണെന്ന് ഹി നോസ്. ദൈവത്തിനറിയാം, ക്രിസ്തുവിനറിയാം നമുക്കിത് വേണ്ടിയതാ. ഹിൽ ഗീവ് അസ്. അവിടെ നിന്ന് നമുക്ക് തരും. ബട്ട് നമ്മൾ അത് തിരിച്ചറിയണം. ഇതെല്ലാം എന്നെ ദൈവം ഇങ്ങനെ വിടുന്നത് എന്തിനാ? ദൈവം എന്തിനാ ഈ പ്രോസസ്സിങ്ങിലൂടെ എന്നെ വിടുന്നേ? പിശാചിനോട് എതിർത്ത് നിൽക്ക്. ദൈവം ചില പ്രോസസ്സിങ്ങിലൂടെ നമ്മളെ വിടും. ചില മേഖലയിലൂടെ ദൈവം നമ്മളെ കടത്തി വിടും. എന്തിനാണെന്നറിയാമോ? ടു ട്രെയിനസ്. ഞാൻ വാക്യം കൂടെ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം, അല്ലാണ്ട് എനിക്ക് നിവർത്തിയില്ല. ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വ്യക്തിപരമായ ഒരു ബോൾഡ്നെസ് നമുക്കകത്തുണ്ടായിരിക്കണം. ആത്മബലം നമുക്കുണ്ടായിരിക്കണം. ഞാൻ ദൈവത്തിൽ നിന്നുള്ളവർ. സ്തോത്രം. ഞാൻ ചുമ്മാ വചനം പറഞ്ഞു പോലെ 2 വാക്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ആ ക്രൈസ്റ്റിനെ സംബന്ധിക്കുന്ന ആ ക്രിസ്തു വെളിപ്പാട് പറഞ്ഞു. ക്രൈസ്റ്റ് റെവലേഷൻ എന്നാണ് അതിനെ കൊടുക്കുന്നത്. ക്രൈസ്റ്റ് റെവലേഷൻ. ആ ക്രിസ്തു വെളിപ്പാടായിരുന്നു പൗലോസിൻ്റെ ഉള്ളിൽ മുഴുവനും തിളങ്ങി നിന്നത്. എബ്രായർക്ക് ഇത് ലേഖനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എബ്രായർ 2:11. 14 അല്ല 11. വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. കണ്ടോ? അത് ഹേതുവായി 2 കൂട്ടരെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധീകരിക്കുന്നവൻ, വിശുദ്ധീകരിക്കപ്പെടുന്നവൻ. വിശുദ്ധീകരിക്കുന്നവനാരാ? ദൈവം. വിശുദ്ധീകരിക്കപ്പെടുന്നവരാരാ? നമ്മൾ. സ്തോത്രം. വിശുദ്ധീകരിക്കുന്നവൻ ക്രിസ്തു, പിതാവല്ല, ക്രിസ്തു, ക്രൈസ്റ്റ്. വിശുദ്ധീകരിക്കപ്പെടുന്നവരാരാ? നമ്മൾ. ഈ 2 പേർക്ക് അപ്പനാരാ? ഒരാൾ. അപ്പം ഇവർ തമ്മിലാരാ? ബ്രദേഴ്സ്. നമ്മൾ ക്രിസ്തു, നമ്മൾ തമ്മിൽ ബ്രദേഴ്സ്. അതാണ് ആദ്യജാതൻ എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ആദ്യജാതൻ. കിട്ടുന്നുണ്ടോ റെവലേഷൻ? എന്തിനാ നമുക്ക് തരുന്നറിയാം? വി ആർ ദ പ്രഷ്യസ് വൺ. നമ്മൾ വിലയേറിയവരാ. നമ്മൾ പുഴുവും പൊടിയും കൃമിയും ഇതൊന്നും അല്ല നമ്മൾ. സ്തോത്രം. ദൈവം എന്തിനാ എനിക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാൻ മകനായതുകൊണ്ടാണ് എനിക്ക് ചെയ്തത്. ഹല്ലേലൂയ. ആ റെവലേഷനിലേക്ക് വന്നാൽ ഞാൻ പറയാം, നമുക്ക് പാപം ചെയ്യാൻ ഒക്കത്തില്ല. അപ്പനെ വേദനിപ്പിക്കാൻ നമുക്കൊക്കത്തില്ല. വി വോണ്ട് ഡു. അല്ല, ഞാൻ വാക്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ വി വിൽ ഡു. എൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ വെളിപ്പാട് വന്നാൽ ഐ കനോട്ട് ഡു. നമ്മൾ അവിടേക്ക് എത്തണം. കർത്താവിൻ്റെ ഇച്ഛ, ആഗ്രഹം, ദൈവ പദ്ധതി നമ്മളെക്കുറിച്ചുള്ളത് അതാ. നമ്മൾ ആ വെളിപ്പാടിൻ്റെ, ആ റെവലേഷൻ്റെ ലെവലിലേക്ക് നമ്മളൊന്ന് കയറി ചെല്ലണം. ഇതാ കർത്താവിൻ്റെ ഏഴ്. ഞാനൊരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം കേട്ടോ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 43-ാമത്തെ അധ്യായം. ഞാൻ എടുത്ത കുറിവാക്യത്തിൽ ഒന്നും തൊടാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം
അതിൻ്റെ നിന്ന് വേറൊരു റെവലേഷനിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുമായിരുന്നു. അതിന് മുമ്പ് ഞാൻ വാക്യം 3 ഭാഗം ഞാൻ പറയാൻ എടുത്തതാണ്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, പിശാച് നമുക്ക് തരുന്ന ഘട്ടങ്ങളെ നമ്മൾ ദൈവത്തിന് കീഴടങ്ങി ശാസിച്ചാൽ വിട്ടുപോകും. നമ്മളാ പാപം ചെയ്യുന്നതെങ്കിൽ, നമ്മൾ പാപം ചെയ്യുന്നത് നിമിത്തം ചില പ്രതിസന്ധികൾ മക്കൾ എന്ന നിലയിൽ ദൈവം നമ്മളെ തല്ലും. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ അറിയാം, അവൻ മക്കളെങ്കിൽ സ്നേഹിക്കുന്ന മക്കളെ അവൻ തല്ലും, നിശ്ചയമായിട്ട് തല്ലും ആ തെറ്റിൽ നിന്ന് ഉണർന്നു വരാൻ. അപ്പം നമ്മൾ പാപം ചെയ്യുന്ന ഓർമ്മ വന്നാൽ എന്താ പ്രോബ്ലം എന്ന് ആദ്യം തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ആ തെറ്റ് ചെയ്തെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അവിടെ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ അല്ല, ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുക. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ആ വേർഡ് അതാ. 3-ാമത്തെ കാര്യം, ദൈവം എന്നെ പ്രാക്ടീസ് ചെയ്യുക. ദൈവം എന്നെ പണിതെടുക്കുകയാണെങ്കിൽ വിധേയപ്പെടുക. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി, ഞാൻ പറഞ്ഞു പല കഷ്ടങ്ങളാണ് നമ്മളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത്. ദൈവ പദ്ധതിക്ക് വേണ്ടി വിധേയപ്പെടുക. അപ്പോൾ ഞാൻ വിധേയപ്പെടുന്നു എന്ന് പറഞ്ഞ്, ദ ടൈം വിൽ കം, ഹി വിൽ റൈസ് യു. ദൈവത്തിന് ഉപയോഗിക്കേണ്ട സമയം വരുമ്പോൾ ഉപയോഗിച്ചിരിക്കും നിശ്ചയം. വി ആർ ദ പ്രഷ്യസ് വൺ. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുന്നു. ഞാൻ ക്ലോസ് ചെയ്യുകയാണ്, നമ്മുടെ ടൈമായി. വായിച്ചാട്ടെ. യെശയ്യാവ് 43. കേട്ടോ, മതി കേട്ടോ, മതി. 3 കാര്യങ്ങളാണ്. നീ എനിക്കാരാ? വിലയേറിയവൻ. 3, മാന്യൻ. ആര് നമ്മളെ മാനിച്ചില്ലെങ്കിലും. സ്തോത്രം. ചിലരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ട്, എനിക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടായി നമ്മൾ കളഞ്ഞിട്ട് പോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ആരുമില്ലെന്നല്ല, എനിക്ക് കർത്താവുണ്ട്. ഈ ഉലകത്തിൽ ആരും നമുക്ക് മാന്യത തരുമെന്ന് പ്രതീക്ഷിച്ച് പോകരുത്. നമുക്ക് മാന്യത തരുന്ന കർത്താവാണ്. നീ എനിക്ക് വിലയേറിയവനാണ്. കണ്ടോ, ആ ഒരു കരത്തിൻ്റെ സ്പർശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുക. ഐ ലവ്ഡ് യു. നമ്മുടെ പാപത്തെ സ്നേഹിക്കാതെ നമ്മളെ സ്നേഹിച്ച് ക്രൂശിൽ തൻ്റെ പുത്രനെ തന്ന ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ വേളകളിൽ ഇട്ടേച്ചു പോകുന്ന ദൈവമല്ല. വി ഷുഡ് നോ. നമ്മൾ ആ ഒരു റെവലേഷനിലേക്ക് വരണം. സ്തോത്രം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു വാക്യത്തിൻ്റെ അകത്തുനിന്ന് ഒത്തിരി മണ്ഡലങ്ങളിങ്ങനെ പറയുവാൻ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ്. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എനിക്ക് വലിയ ഒരു നിശ്ചയമുണ്ട്, ഈ നിലവാരത്തിലേക്ക് നമ്മളെ എത്തിച്ച് നമ്മളിലൂടെ ഇന്ന് നിങ്ങൾ ഏത് മേഖലയിലൂടെ പോകുന്നോ ആ മേഖലയിൽ ഇരിക്കുന്നവരെ റിലീസ് ചെയ്യാനാണ് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നത്. സ്തോത്രം. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും കട്ടതയിലൂടെ പോകുമ്പോൾ ഓർക്കണം, ഈ കട്ടത നിന്നെ തകർക്കാനല്ല, നിന്നെ മുടിക്കാനല്ല, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കാൻ. അനവധി പേരെ കട്ടതയിൽ ഇരിക്കുമ്പോൾ അവൻ്റെ തോളി കൈവച്ചു പറയണം, കർത്താവായ യേശു നിന്നെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഹീ ഈസ് ഏബിൾ. മാത്രം അവിടെ നിന്ന് മാത്രമാണ് ശക്തൻ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും.